ഇന്ന് നമ്മുടെ നന്ദുവിന്റെ 34 സീറ്റും കൊണ്ട് നമ്മളൊരു ഓട്ടം പോവാണ്. രാത്രി ഒരു 2 മണി ആയപ്പോൾ തന്നെ നമ്മുടെ ചെറുക്കനെ എടുത്തോണ്ട് ഞാനും റൂണിയും കൂടെ യാത്ര പുറപ്പെട്ടു. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കുളിച്ചു കൂട്ടപ്പനായിട്ട് ഒരു പുഞ്ചിരിയോടെ ഹോട്ട് സീറ്റ് ഇരിക്കുന്നവനാണ് റൂണി. ഇതെല്ലാം കണ്ട് സൈഡിൽ നിന്ന് പുഞ്ചിരിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ നമ്മൾ ആൾക്കാരെല്ലാം എടുത്ത് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറി. ഡീസൽ അടിക്കുന്ന മെഷീനിലെ കൗതുകത്തോടെയാണ് റൂണി ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ നന്ദുവിന്റെ സ്വന്തം 34 സീറ്റ്. ചെറുക്കന്റെ ഇടിഷനും ഗോഡ് വാർ എന്ന യുദ്ധങ്ങളുടെ രാജാവ്. ഓണം സീസൺ ആയതുകൊണ്ട് ചെറുക്കനെ നമ്മൾ അണിയിച്ചൊരുക്കി വെച്ചിട്ടുണ്ട്. ചെറുക്കന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഓണക്കോടിയൊക്കെ അങ്ങ് ചുറ്റി വെച്ചിട്ടുണ്ട്. ടാറ്റയുടെ ചേസിലെ ശിശിരയാണ് ഈ വണ്ടിയിൽ ബോഡി കെട്ടിയിരിക്കുന്നത്. ശിശിരയുടെ ബോഡി ആയതുകൊണ്ട് തന്നെ ചെറുക്കനെ കാണാൻ ഒരു ക്യൂട്ട് ലുക്ക്. ഇതിലെ ക്യാബിൻ വൈബ് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബൈപ്പാസിലേക്ക് കയറിയപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. നൈറ്റ് സർവീസെല്ലാം നിർത്തുന്ന ഈ കടയിൽ തന്നെയാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. അതുപോലെ തന്നെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിന്റെ അകത്ത് 2 ഇഡലി കിട്ടിയ റൂണി ഹാപ്പിയാണ്. ഇഡലിയെ പ്രണയിച്ചവൻ എന്നാണ് നമ്മുടെ ഇടയിലെ റൂണി അറിയപ്പെടുന്നത് തന്നെ. ഈ പുഞ്ചിരി തന്നെയുണ്ട് ഇഡലിയെ പ്രണയിച്ചവൻ യഥാർത്ഥ പ്രണയം. അങ്ങനെ നമ്മൾ ഇഡലിയും ദോശയൊക്കെ അകത്താക്കി തിരുച്ചെന്തൂർ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തിരുച്ചെന്തൂരിലേക്ക്. തിരുച്ചെന്തൂർ പോകുന്ന വഴിക്കുള്ള 2 കോവിലും കൂടെ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട്. ഉവരിക്ക് അടുത്തുള്ള ഒരു കോവിലാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. തമിഴ്നാട്ടിലെ കിടില റോഡിൽ കൂടെയാണ് റൂണി ഇപ്പൊ വണ്ടി പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റൂണി വണ്ടി പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൂണിക്ക് കാറ്റായിട്ട് നമ്മുടെ കാറ്റാടി യന്ത്രങ്ങൾ സൈഡിൽ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറ്റാടി യന്ത്രങ്ങൾക്ക് കണ്ട് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ ഈ കോവിലിലെ ആൾക്കാർ കാണാൻ പോയ സമയത്ത് തന്നെ നമ്മുടെ റൂണി ഇവിടെ കിടന്ന ഒരു ഉറക്കം അങ്ങ് പാസ്സായി. ഒരുപാട് നേരം കിടന്നുറങ്ങാമെന്ന് റൂണി വിചാരിച്ചെങ്കിലും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരെല്ലാം വന്ന് വണ്ടി. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ പൊടിയും പറത്തി വണ്ടിയും വളച്ച് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോകുക. തമിഴ്നാട്ടിലെ വിജനമായ റോഡിൽ കൂടെ പ്രകൃതി രമണീയതൊക്കെ ആസ്വദിച്ചാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പറയുന്നത് പോലെ MVD നിർദ്ദേശപ്രകാരം നമ്മുടെ വണ്ടിയിലേക്ക് 80 കട്ടാം. അങ്ങനെ നമ്മൾ 80 പറപ്പിച്ച് നമ്മൾ നേരെ തിരുച്ചെന്തൂരിലെത്തിയതും കയറി കിടന്ന ഒരു ഉറക്കം അങ്ങ് പാസ്സാക്കി. അങ്ങനെ നമ്മൾ ആൾക്കാരെല്ലാം തിരിച്ചു കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച നമ്മളെ കണ്ടുപിട്ടത്. ദീപു കേട്ടോ, നിങ്ങൾ ഇതുപോലെ കാണുന്നുണ്ടോ? അങ്ങനെ നമ്മൾ കൊമ്പനേക്ക് ഓവർടേക്ക് ചെയ്ത് എത്രയും പെട്ടെന്നുണ്ട് ആളിറക്കിയിട്ട് അടുത്ത ട്രിപ്പ് എടുക്കാൻ പോകണമെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് പോയപ്പോൾ റോഡ് മൊത്തം വൻ ബ്ലോക്ക് ആയി. അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുമ്പോഴാണ് റോഡ് മൊത്തം ബ്ലോക്ക് ആക്കുന്നത്.